വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഓണത്തിനൊക്കെ കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ടോപ്പ് ആൻഡ് സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പാർട്ട് 1, 2 ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് തന്നെ ഈ ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും ഒട്ടും അറിയാത്തവർക്ക് പോലും സ്റ്റിച്ച് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ലൈനിങ്ങിന് വേണ്ടിയിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടായി ഫോൾഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത്തിൽ കൂടെ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ്സിലാണ് ഞാൻ താഴോട്ട് ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പീസ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളുടെ ചെസ്റ്റ് മെഷർമെൻറ്റ്സ് എത്രയാണോ മാർക്ക് ചെയ്യണമെങ്കിൽ അതിൽക്കും കുറച്ച് കൂടുതലായിട്ടാണ് ആ ഭാഗത്തേക്ക് നമുക്ക് ക്ലോത്ത് കിട്ടേണ്ടത്. അതുപോലെ താഴേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോപ്പ് ടോപ്പിന് എത്ര ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ അതിൽ കൂടെ 3 കൂടി പ്ലസ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇനി നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വീതിയും നീളമുള്ള ക്ലോത്ത് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ 4, 5 വേണ്ടി വരും. എന്നിട്ട് ആ ഭാഗം ഇങ്ങനെ നീട്ടിയിട്ട് ലൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്നാണ് അളവുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്പൺ ആക്കാൻ പറ്റാത്ത ഭാഗത്ത് നിന്നാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ആ മുകളിലുള്ള ഭാഗം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ താഴേക്കാണ് ഇനിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. ഇനി ആ ലൈനിലൂടെ ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഷോൾഡർ 8 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 8ൻ്റെ പകുതി 4 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടതാണ്, ഈ ഒരു ക്രോപ്പ് ടോപ്പ് 2.5 വയസ്സായ കുട്ടിയുടെ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കുട്ടിയുടെ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഷോൾഡർ എത്രയാണോ കിട്ടിയിട്ടുള്ളത് വെച്ചാൽ അതിൻ്റെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് എത്രയാണോ മാർക്ക് ചെയ്തത് ഷോൾഡർ, ഇപ്പോൾ 4 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തത്, അതേപോലെ തന്നെ താഴേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുത്തത് അതന്നെ താഴേക്ക് മാർക്ക് ചെയ്താൽ മതി. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിൻറ്റുകളൊന്ന് കൂട്ടി വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് താഴേക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നീട്ടി വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൂടി ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ലൈനൊന്നും കറക്റ്റായിട്ട് വരാത്തത്. ഇനി ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിൻ്റെ 4-1 ഭാഗമാണ് കിട്ടേണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ ചെസ്റ്റ് റൗണ്ട് 19 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 19 ഹരിക്കണം 4, അങ്ങനെ 4.5 എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ആ ഒരു ലൈനിലേക്ക് 4.5 കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് 5.5 മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു എക്സ്ട്രാ 1/2 ഇഞ്ചും കൂടി പിന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിന് എത്രയാണോ ലെങ്ത്ത് എടുക്കുന്നത് വെച്ചാൽ അതൊന്ന് താഴേക്ക് മാർക്ക് ചെയ്യാണ്. അപ്പോൾ നേരത്തെ വരച്ചിട്ടുള്ള ലൈനിൽ നിന്ന് വേണം താഴേക്ക് മാർക്ക് ചെയ്യാൻ. മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴേക്ക് തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നീട്ടി വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ലൈനിൽ കൂടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ വേസ്റ്റ് റൗണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് 19 തന്നെയാണ്. അപ്പോൾ നേരത്തെ ചെസ്റ്റ് റൗണ്ട് ചെയ്ത മാതിരി 19ൻ്റെ 4-1 ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ 4.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മെഷർമെൻറ്റ്സിൻ്റെ 4-1 ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മുകളിൽ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്തതിലേക്ക് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് താഴെ നിന്ന് ഇപ്പോൾ ചെരിച്ച് വരച്ചു കൊടുത്ത ലൈനിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം. ഇനി മുകളിലത്തെ ലൈനിൽ നെക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിൽ നിന്ന് താഴേക്ക് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് നെക്കിന് വരക്കുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി മുകളിൽ ഷോൾഡർ 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. താഴെ മാർക്ക് ചെയ്ത പോലെ തന്നെ 4 ഇഞ്ച് ഒന്ന് മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴെ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നെക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ചെരിച്ച് ലാസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റ് 2ലേക്ക് ചെരിച്ച് വരച്ചു കൊടുക്കണം. ഇതിൽ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത 4ലേക്ക് ഒന്നും വരച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അത് കൂടാതെയാണ് ഈ 2 പോയിന്റിലേക്കും വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കൈക്കുഴി ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുകയാണ്. ഇനി ആ മാർക്ക് ചെയ്ത ലൈനിലൂടെ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ലൈനിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല പീസ് എടുത്തിട്ട് അതിലേക്ക് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യാണ്. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പീസ് വേസ്റ്റ് ആവില്ല. അപ്പോൾ വീഡിയോയിൽ കാണാൻ പോലെ ഏത് ഭാഗമാണോ വേണ്ടത് വെച്ചാൽ ആ ഭാഗം ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് അവിടെ വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബോൾ പിൻ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായി കിട്ടും. ലൈനിങ് തെന്നി മാറുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ട് പാർട്ടും അതിൻ്റെ ലൈനിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിന് ചെയ്ത പോലെ തന്നെ ഒരു പീസ് 2ആയി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ പീസിൻ്റെ മുകളിൽ അതിൻ്റെ ഷോൾഡർ കറക്റ്റ് രീതിയിൽ വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ആ ഒരു ലൈനിങ് വെച്ചിട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ അതിൻ്റെ നല്ല വശവും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ അതിൻ്റെ ലൈനിങ്ങും മുകളിൽ ചേർത്ത് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് പിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനതിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്.
അപ്പോൾ ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചിൽ തട്ടാതെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി അതിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ കത്രികയാണ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ചെരിച്ചിട്ട് മറ്റേ അറ്റത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് വരച്ച ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ബാക്ക് പാർട്ടിൻ്റെ നല്ല പീസിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി രണ്ടിൻ്റെയും നല്ല വശം വെച്ചതിന് ശേഷം മുകളിൽ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ അടിച്ചിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് മറിച്ചെടുക്കുന്നുണ്ട്. ഇനി ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് അത് മറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ക്രോപ്പ് ടോപ്പിൻ്റെ മുകളിൽ കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു താഴെ ഭാഗത്തുള്ള ആ ഒരു കര പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാത്തത്. ഇനി ഒരു ബാക്കത്തെ ഭാഗം ഞാൻ ഇങ്ങനെ ഒരു ബോ പോലെ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് വീതിയുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ചീത്തവശം രണ്ടായി ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ മുകളിലും താഴെയും ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ഒന്ന് വിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിൽ ചീത്ത വശമാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്, അപ്പോൾ നല്ല വശത്തേക്ക് മറിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാനിതാ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇനി ബാക്കി സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചെടുക്കണം. അപ്പോൾ ആ ഹോളിലൂടെയാണ് നമുക്ക് മറിച്ചെടുക്കേണ്ടത്. അങ്ങനെ കത്രിക യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ വിട്ട ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇതങ്ങനെ അതിൽ വെച്ച് കെട്ടിക്കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇതുകൊണ്ട് തന്നെ ഒരു ബോ പോലെ ആദ്യം കെട്ടിയിട്ട് പിന്നെ അതുമേ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അതിന് മുകളിൽ ഇങ്ങനെ ഒരു കുളത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഒരു ബോ ഉണ്ടാക്കിയിട്ട് ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗം എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരാം.